കോട്ടയം ജനറൽ ആശുപത്രിയിലെ രോഗികളെ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് മറ്റു വാർഡുകളിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക് ബഗ്ഗി കാർ വീണ്ടും കട്ടപ്പുറത്തായി. 2 കാറുകളാണ് സന്നദ്ധ സംഘടന ആശുപത്രിക്ക് സംഭാവനയായി നൽകിയത്. മരുന്നുകളും ഉപകരണങ്ങളും കൊണ്ടുപോകുന്നതിനുള്ള വാഹനം പ്രവർത്തിക്കുന്നുണ്ട്. അധികം വൈകാതെ അതും ഓട്ടം നിർത്തുന്ന ലക്ഷണമാണ്. ആശുപത്രിയിലെ ആംബുലൻസും ഓടാതായിട്ട് നാളുകളേറെയായി. ടി.പി. പ്രശാന്ത് അവിടെ തയ്യാറാണ്. ടി.പി. പ്രശാന്ത്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? എല്ലാം നിലയ്ക്കുകയാണ്. കോട്ടയം ജനറൽ ആശുപത്രിയിൽ രോഗികളെ അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഉപയോഗിച്ചിരുന്ന ബഗ്ഗി കാറിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. ഇത് സന്നദ്ധ സംഘടന ഇതുമായി ബന്ധപ്പെട്ട് 2018 നൽകിയ 2 ബഗ്ഗി കാറുകൾ നൽകിയിരുന്നു. ആ ബഗ്ഗി കാറിൽ ഒരു ബഗ്ഗി കാറിൻ്റെ അവസ്ഥ ഇപ്പോൾ കാണുക. കാരണം ഇതിൽ രോഗികളെ കയറ്റി തൊട്ടടുത്ത അത്യാഹിത വാർഡിലേക്ക് എല്ലാം തന്നെ പോകുന്നതിനുള്ള സംവിധാനം എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇത് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത്തരത്തിലുള്ള ഈ ഒരു അവസ്ഥയിൽ ഇത് പലപ്പോഴും ഈ സന്നദ്ധ സംഘടനകൾ ഇത്തരത്തിലുള്ള ആശുപത്രികൾക്ക്, സർക്കാർ ആശുപത്രികൾക്ക് അടക്കം നൽകുന്ന ഈ സംവിധാനങ്ങൾ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട്. പലരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നിത്യേനമായിട്ടുള്ള രോഗികൾ വരുന്നുണ്ട്. ദിവസം ആയിരക്കണക്കിന് രോഗികൾ വരുന്നുണ്ട്. ഈ രോഗികൾ കാഷ്വാലിറ്റിയിൽ വരുന്നു. ആ കാഷ്വാലിറ്റി വന്ന രോഗികൾ, നടക്കാൻ മേലാത്ത രോഗികളെ മറ്റുള്ള വാർഡിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ എക്സ്റേ എടുക്കാനും സ്കാൻ ചെയ്യാനും കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. ഈ വാഹനം ഇവിടെ തകരാറായി കിടന്നിട്ട് മാസങ്ങളായി. ഈ മാസങ്ങളായിട്ട് ഈ അനാസ്ഥയ്ക്ക് സംസ്ഥാന സർക്കാരും ജില്ലാ പഞ്ചായത്ത് ഭരണകൂടങ്ങളും ഇത് തിരിഞ്ഞു നോക്കുന്നില്ല. അതുപോലെ തന്നെ ഈ വാഹനത്തിലേക്ക് രോഗികളെ കൊണ്ടുപോകുന്ന പകരം മരുന്നുകളും അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിയിലെ മറ്റുള്ള ഉപകരണങ്ങളും കൊണ്ടുപോകാനാണ് ഉപയോഗിക്കുന്നത്. അതുതന്നെ ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട അറ്റകുറ്റപ്പണികൾ കൃത്യസമയത്ത് നടത്തുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അതുപോലെ തന്നെ ഈ തൊട്ടുപുറകിരിക്കുന്ന ഈ ആംബുലൻസ് 1 മാസമായിട്ട് ഇവിടെ കേടായിട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ പോയി കിടക്കുകയാണ്. അതിന് റിപ്പോർട്ട് ചെയ്ത് പേപ്പർ ഇവിടുന്ന് തിരുവനന്തപുരത്ത് കൊടുത്തിട്ട് അതിന് സാങ്ഷൻ പോലും കിട്ടിയിട്ടില്ല. ഈ 1 മാസമായിട്ട് ഇത് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇനി മാസങ്ങളോട് ഈ സാങ്ഷൻ കിട്ടാതെ വരുന്നപ്പം അതിന് വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അതിൻ്റെ തകരാറ് കൂടിക്കൊണ്ട് പോകും. പിന്നെ അത് ബാറ്ററി കേടായി പിന്നെ അത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും. എന്തായാലും ഇത് ഈ ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതകളെല്ലാം നാം പരിശോധിക്കേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ബഗ്ഗി കാറിൻ്റെ അവസ്ഥ. ഇതിൻ്റെ ബാറ്ററി തകരാറ് വന്നപ്പോൾ ഇതിൽ 3,26,000 രൂപ മുടക്കി ഇതിൽ ചില അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. എന്നിട്ടും പിന്നീട് ഇത് ഈ ഒരു നിർജീവ അവസ്ഥയിൽ തന്നെ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ബഗ്ഗി കാറിൻ്റെ ഒരു വിഷയം മാത്രമല്ല, ഇപ്പോൾ നമ്മൾ തൊട്ടു പിന്നിൽ കാണുന്ന ഈ ആംബുലൻസിൻ്റെ സ്ഥിതി, ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ ഇതിൻ്റെ തകരാറിലായിട്ട് ഏകദേശം 1 മാസത്തിലധികമായി. ഈ ടൈമിംഗ് ചെയിൻ ഇതിന് ശേഷം അത് ഏകദേശം 25,000 രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ ജോലി വരിക. ഇത് 2019 ആണ് ഈ ആംബുലൻസ് ഇവിടെ വാങ്ങിയതെന്നാണ് അല്ലെങ്കിൽ ലഭിച്ചതെന്നാണ് അറിയുന്നത്. മാത്രമല്ല 25 ലക്ഷത്തോളം രൂപ ഇതിന് വില വരുന്നുണ്ട്. എന്നാൽ ഈ 25,000 രൂപയുടെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തിയാൽ മാത്രം ഇതിന് ഓടാൻ സാധിക്കും. എന്നാൽ 25,000 രൂപ സാങ്ഷൻ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി പേപ്പർ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഇതിൻ്റെ ഒരു സ്ഥിതി ഒന്ന് മനസ്സിലാക്കുക. അത് വരുമ്പോഴേക്കും ഇതിൻ്റെ ബാറ്ററിയുമായി ബന്ധപ്പെട്ട ചില തകരാറിൽ സംഭവിക്കാം. അല്ലെങ്കിൽ ഈ 1 മാസക്കാലം ഇങ്ങനെ ഈ നിർത്തിയിടുന്ന അവസ്ഥയിൽ ബാറ്ററിക്ക് തകരാറ് സംഭവിക്കാം. മറ്റ് പണികളിലേക്കെല്ലാം തന്നെ പോകാം. അങ്ങനെ ഒരു ഉൽപ്പന്നം ലഭിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായ രീതിയിൽ, ഒരു വസ്തു ലഭിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ വലിയ വീഴ്ച ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം ജനറൽ ആശുപത്രിയിലെ കാഴ്ചയാണ്. സംഭാവനയായി കിട്ടിയതാണ്, അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് ഉപയോഗിക്കുന്നതിനായി വാങ്ങി നൽകിയ ഒരു സാധനം അത് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാതെ ഇങ്ങനെ ആക്കി കളയരുത് ദയവ് ചെയ്ത്. അങ്ങനെയായാൽ ആളുകളൊന്നും ഒരിടത്തേക്കും സംഭാവന ചെയ്യാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടായെന്ന് വരും. അപ്പോൾ നന്നാക്കി ഉപയോഗിക്കുക, നല്ലതുപോലെ ഉപയോഗിക്കുക. അത് ആളുകൾക്ക് പ്രയോജനപ്പെടേണ്ട സാമഗ്രികളാണ് എന്നതും ഓർക്കുക. നമുക്ക് എന്താ